ഹായ് ഓൾ. ജെയ് 2025 പ്രിപ്പറേഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഓഫ് കോഴ്സ് സബ്ജക്റ്റിലാണെന്നറിയാം. സോ 2025 ജെയ്ക്ക് പ്രിപ്പറേഷൻസിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്നത് എന്നുള്ള കാര്യം. സോ 2025 ജെയ് മെയിൻസിൽ ഉറപ്പായിട്ടും ദർ വിൽ ബി എ സർജ്, അതായത് ചെറിയൊരു ഇൻക്രീസ് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണത്തിൽ കാണും. ഈ വരുന്നൊരു ട്രെൻഡ് പ്രകാരം ഇപ്പോൾ കഴിഞ്ഞ ജെയ് 2024 ആയിരുന്നെങ്കിൽ പോലും അവിടെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ കൂടും. പക്ഷെ എന്നാൽ പോലും അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മളിപ്പം BTech BE പോലെയുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ആണ് മേജർലി, പിന്നെ ആർക്കിടെക്ചർ ഡിഗ്രീസും ഉണ്ട്. എന്നാൽ പോലും മേജർലി എഞ്ചിനീയറിംഗ് ഡിഗ്രീസിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജെഇ എക്സാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അല്ലെങ്കിൽ നല്ല ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, നല്ലൊരു എക്സ്പോഷർ നേടുക എന്നത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം. സോ എപ്പോഴും പറയാറുണ്ട്, എനിക്കിപ്പോൾ CS ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പോൾ മോസ്റ്റ് ഡിമാൻഡ് കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആ കോളേജിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം കോഴ്സ് ആൻഡ് കോളേജ് ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണം നിങ്ങൾ എപ്പോഴും നോക്കാൻ വേണ്ടിയും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയും. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ IITs ഉണ്ട്, NITs ഉണ്ടെന്നറിയാം. അത് മാത്രമല്ല ആക്ച്വലി ജെഇ മെയിൻസ് വഴി അല്ലെങ്കിൽ ജെഇ അഡ്വാൻസ്, ഇപ്പോൾ ജെഇയുടെ സ്കോറുകൾ വഴി നിങ്ങൾക്ക് ഇപ്പം കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, മറ്റൊന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. പിന്നെയുള്ളത് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും, GFTIs എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഈ ജെയുടെ ബേസിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT എന്നും പറയും. ഇത്രയും കോളേജസിലേക്ക്, ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കോളേജസ് ഉണ്ട്. ഇപ്പോൾ NITs ഒക്കെ എന്ന് പറയുമ്പം ഒരുപാട് NITs ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പം അങ്ങനെയുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷനാണ് ശരിക്കും ജെഇ വഴി വരിക. അപ്പം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജെഇ 2025 ഇനി കട്ട് ഓഫ് കൂടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ചർച്ചകളിലൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള ഇമ്പോർട്ടൻസ് കൂടുന്നതും, അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ള ഒരു ഫോക്കസിങ്ങിലേക്ക് വരുന്നതൊക്കെ കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആപ്ലിക്കൻസിന് എണ്ണം കൂടും. പക്ഷേ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കോഴ്സുകളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ CS ഭയങ്കര കട്ട് ഓഫ് ആയിരിക്കും, എന്നാൽ മറ്റൊരു ബയോടെക്നോളജീൻ്റെ കോഴ്സ് എടുക്കുമ്പോൾ അവിടെ കട്ട് ഓഫിന് വേരിയേഷൻ കാണും. സോ അവിടെ വി ഹാവ് ടു ചൂസ് ഹൗ ബ്രില്യൻ്റ്ലി, എങ്ങനെയാണ് ഇത് ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ആ കോളേജ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് എന്ന കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോടെക്നോളജി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ കട്ട് ഓഫ് കുറവായിരിക്കും, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആക്ച്വലി നമ്മുടെ ജെഇൻ്റെ ബേസിലുള്ള വിവരങ്ങളൊക്കെ ജോസ, ദാറ്റ് ഈസ് നമ്മുടെ കൗൺസിലിംഗ് വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കട്ട് ഓഫ് ആയ റാങ്ക് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ NITയുടെ കാര്യം പറയാം. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും അവർക്ക് ഉള്ള NITs ഉണ്ട്, പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ NITs ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിലും പോയാൽ എനിക്കൊരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ ക്ലോസിംഗ് റാങ്ക്സ് ചെക്ക് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് നിലവിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോഴും ഈ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ ഏറ്റവും കൂടുതൽ PD അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് അല്ലെങ്കിൽ റാങ്ക് വേണ്ടത് NITസിന്റെ കേസിൽ അത് ട്രിച്ചിയാണ്. NIT ട്രിച്ചി, NIT സുറത്കൽ, NIT വാറങ്കൽ, NIT അലഹാബാദ്, NIT കാലിക്കറ്റ്, NIT ഡൽഹി, NIT സൂറത്ത്. അപ്പം ഇങ്ങനെ ഒരു ഓർഡറിലാണ് ശരിക്കും NITs വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ ഞാൻ കേരള നേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, എനിക്ക് ഓപ്പൺ കോട്ടയാണ്, ഓപ്പൺ ആയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ കേരള നേറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് NITയിലേക്ക് ഹോം സ്റ്റേറ്റ് കോട്ട വഴി അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ട്രിച്ചി എന്ന് പറയുമ്പോൾ അവിടെ ഹോം സ്റ്റേറ്റ് കോട്ട തമിഴ്നാട്ടിലുള്ളവർക്കുണ്ട്, അതേസമയം നമ്മൾ OS കോട്ടയിൽ കയറേണ്ടി വരും. അപ്പം അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഹോം സ്റ്റേറ്റ് കോട്ട ഉണ്ടാവും. ചിലപ്പം ഓപ്പൺ സ്റ്റേറ്റ് കോട്ടയിൽ എനിക്ക് കൂടുതൽ റാങ്ക് വേണ്ടി വന്നേക്കാം, പക്ഷേ ഹോം സ്റ്റേറ്റ് കോട്ട വഴി നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ എളുപ്പത്തിൽ, കുറച്ചും കൂടി ഇതായിട്ട് കുറഞ്ഞ റാങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കുറച്ചും കൂടെ ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടറുകൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അതും നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എങ്ങനെ നമ്മളൊരു ജെഇ പരീക്ഷ എഴുതുമ്പം ഇങ്ങോട്ടൊക്കെ കയറി പറ്റണമെങ്കിൽ മിനിമം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, നല്ലൊരു ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എത്ര പെർസെൻറ്റേജിലേക്ക് ഞാൻ ഈ സ്കോറിനെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അവിടെയാണ് പേഴ്സൻറ്റേജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി പേഴ്സൻറ്റേജ്? നമുക്കറിയാം 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മാർക്കിന്റെ ബേസിൽ ഇപ്പൊ എനിക്ക് 100% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം 100% എന്ന് പറയുന്നത് അത് എന്തല്ല, എല്ലാം ശരിയാക്കിയതല്ല അതിന്റെ അർത്ഥം. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഏറ്റവും മുൻപിൽ ഞാനാണ് എന്നതാണ് 100% കൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഓഫ് ദ എത്രയാണ് ഞാൻ ആ ഷിഫ്റ്റ് എഴുതി, ആ ഷിഫ്റ്റിൽ ഒരു 10,000 കാൻഡിഡേറ്റ്സ് ആ ഷിഫ്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 10,000 കാൻഡിഡേറ്റ്സിനേക്കാൾ മുമ്പിലാണ് ഞാനുള്ളത്. 10,000 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ബാക്കി 9999 മുമ്പിലാണ് ആക്ച്വലി ഞാനുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ പെർസെൻറ്റേജ് 100 ആയത് എന്നാണ് അർത്ഥം. സോ JEE ഫോളോ ചെയ്യുന്നതും ഈ ഒരു പെർസെൻറ്റേജ് സ്കീമാണ്. അപ്പം 99.9% നിന്ന് കിട്ടിയാലും അതിൻ്റെ മീനിങ് എന്താണ്? ബാക്കി കാൻഡിഡേറ്റ്സ്, എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സിൽ ഇത്രയും ആൾക്കാരെക്കാട്ടിലും മുമ്പിലാണ് ഞാൻ എന്നതാണ് ശരിക്കും അവിടെ വരുന്നത്. അപ്പോൾ എത്രത്തോളം പെർസെൻറ്റേജിലാണ് ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഫാക്ടേഴ്സ് നമുക്ക് നോക്കണം. ഒന്നെന്ന് പറയുന്നത് JEE മെയിൻസിന്റെ സ്കോർ ഉപയോഗിച്ച് അഡ്വാൻസിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ IITs, IIScs, IISTs പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ JEE മെയിനിന് നിങ്ങൾ ഒരു ഓപ്പൺ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണ്, ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഈ വർഷമൊക്കെ ആണെങ്കിൽ ഒരു 93%-നടുത്ത് സ്കോർ ഉണ്ടെങ്കിൽ 93.23 ആണ് ടു ബി പ്രിസൈസ്. അത്രയും സ്കോർ ഉണ്ടെങ്കിലാണ് ശരിക്കും നിങ്ങൾക്ക് അഡ്വാൻസ് എഴുതാൻ പറ്റുക. ആ അഡ്വാൻസിന്റെ ക്വാളിഫിക്കേഷനും റാങ്കും അനുസരിച്ചാണ് നിങ്ങൾക്ക് IITസിലോട്ട് കയറാൻ സാധിക്കുക. അത് മെയിൻസിന്റെ വഴിയല്ല നിങ്ങൾ IITസിലോട്ട് കയറുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ കുറയും, ഒരു 80-ന് അടുത്തേക്ക് വരും. പിന്നെ PWBD നിൽക്കാൻ മാറും, SC/ST ആകുമ്പോൾ 60% ആവും. അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇത് താന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു IIT അതിനുവേണ്ടി അഡ്വാൻസിന്റെ സ്റ്റഡിയും കൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IITസിലോട്ട് കയറാൻ സാധിക്കും. അതേസമയം നല്ലൊരു NITയിലേക്കാണ് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പെർസെൻറ്റേജ് അത്യാവശ്യം ഉയർന്നതായിരിക്കണം. യു ഷുഡ് സ്കോർ അറ്റ്ലീസ്റ്റ് ഒരു 97 മുകളിലെങ്കിലും നിങ്ങൾ പെർസെൻറ്റേജ് സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ 97% സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? അത് പാടായിരിക്കണം. അത് ആക്ച്വലി ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുക. നിങ്ങൾക്കറിയാം JEE എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരീക്ഷയാണ്. സോ ഒരു ഓൺലൈൻ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ദിവസം നടത്തുന്ന ഒരു പരീക്ഷയല്ല, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടത്തുന്ന പരീക്ഷയാണ്. January 28th സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അത് തീരുന്നത് February 8th വല്ലതായിരിക്കും. അപ്പൊ അത്രയും ഷിഫ്റ്റുകളാണുള്ളത്. അപ്പോൾ ഒരു ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ ചിലപ്പോൾ 300-ൽ 150 മാർക്ക് വാങ്ങിച്ചാൽ ചിലപ്പോൾ എനിക്ക് 99% കിട്ടും. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ 2024 JEEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു 27th January എന്ന് തോന്നുന്നു. ആ സമയത്ത് ഒരു ഷിഫ്റ്റിൽ അത്യാവശ്യം മോഡറേറ്റ് ലെവൽ ഒരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിൽ 300-ൽ 220 മാർക്ക് വാങ്ങിച്ചതിന് മുകളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും 99%-ലേക്ക് അടുത്തേക്ക് എത്തിയത്. അപ്പം ഇറ്റ് വേരീസ്. 150-നും 240-നും ഇടയിൽ ഇത് എന്ത് ചെയ്യാം, നമ്മുടെ 99% എന്ന സ്കോർ വേരി ചെയ്യാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ എഴുതാൻ പോകുന്ന ഷിഫ്റ്റ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, JEE ഈസ് നോട്ട് ആൻ ഈസി എക്സാം. ഒരു ഹൈ ലെവൽ മാർക്ക് ചെയ്യുന്ന ഒരു എക്സാം അല്ല JEE. ആക്ച്വലി ഒരു മോഡറേറ്റ് ടു ഹാർഡ് ലെവലിൽ ഇരുന്നൊരു എക്സാം ആണ്. പക്ഷെ എന്നാൽ പോലും റീസെന്റ് ട്രെൻഡ്സ് വെച്ച് നോക്കുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ക്വസ്റ്റ്യൻസിന്റെ ഒരു 16, 17, 18 സമയത്തുള്ളതിൽ നിന്നും ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മോഡറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡിൽ നിന്നും മോഡറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് JEEയിൽ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് IITസിലേക്ക് പോകണമെങ്കിൽ യു ഷുഡ് സ്കോർ അറ്റ്ലീസ്റ്റ് ഒരു 93%-ന് മുകളിലെങ്കിലും സ്കോർ ചെയ്യണം. അത് നിങ്ങളുടെ NIT ആണ് നോക്കുന്നതെങ്കിൽ ഒരു 97%-ന് മുകളിലേക്ക് അത് ഉയർത്താൻ നോക്കണം. ഓരോ വർഷങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇമ്പോർട്ടൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇതും ലെവലും മാറിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് മോർ പീപ്പിൾ ആർ ഫോക്കസിങ് ഓൺ സ്റ്റഡിങ് ഓൺ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് വെച്ച് ഒരിക്കലും അതൊരു പ്രഷറായി ഏറ്റെടുക്കും അങ്ങനെ വിചാരിക്കേണ്ട. കാരണം നിങ്ങളൊരു കൊല്ലം ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സീറ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. പക്ഷെ അതനുസരിച്ച് നിങ്ങൾ കയറി വരിക എന്നുള്ളതാണ് ശരിക്കും പ്രധാനമായി ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് പല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടും, ഇപ്പം സൈലത്തിൻ്റെ AITS എക്സാം, AITS എക്സാം ഒക്കെ എഴുതുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ യു ആർ കമ്പീറ്റിംഗ് വിത്ത് നമ്മളിപ്പോൾ PW ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് AITS ഒക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി കുറച്ചും കൂടെ കൂടുകയും എങ്ങനെയുള്ള കുട്ടികളായിട്ടാണ് നിങ്ങൾ കമ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ റീസെന്റ് DPPs നിങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്താണ് ശരിക്കും അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് JEEക്ക് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മെയിൻസ് പെർസെൻറ്റേജിലും സൈലത്തിൻ്റെ റിസൾട്ട്സ് ആണെങ്കിലും എന്ത് ചെയ്യുന്നത് ഓരോ ഇയേഴ്സിലും അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. സോ ഐ ഹോപ്പ് ആ ഒരു എക്സാം ഘടനയും അതേപോലെ തന്നെ എക്സാംസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അറിയാൻ പോകുന്ന പെർസെൻറ്റേജ് സ്കോറുകളും എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് കടക്കുമ്പോൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ. പിന്നെ ഒരു കാര്യം, 2 ഷിഫ്റ്റുകളുണ്ട്. ഏത് ഷിഫ്റ്റിലാണോ ഏറ്റവും മികച്ചതായി നിങ്ങൾ പെർഫോം ചെയ്യുന്നത് അതാണ് എടുക്കുക.
പിന്നെ മറ്റൊരു കാര്യം, JEE പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ബിറ്റ്സിൻ്റെ ആയിക്കോട്ടെ VITസിൻ്റെ ആയിക്കോട്ടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും എക്സാമുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്. കീം ആണെങ്കിലും ക്വിസാറ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സൈലം എന്തായാലും കൂടെ ഉണ്ടാവും, അത് നിങ്ങൾ പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ചാനലിലൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.